പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത കൊച്ചിയിലെ പരിപാടിയിൽ താരം പങ്കെടുത്തതിനെ ചൊല്ലി ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി നടി പ്രിയങ്ക. ഇതൊരു കല്യാണമൊന്നുമല്ലല്ലോ ക്ഷണിക്കാൻ എന്നായിരുന്നു തന്നെ വിമർശിച്ചവരോടുള്ള താരത്തിന്റെ കുറുക്കിക്കൊള്ളുന്ന മറുപടി. കൊച്ചിയിൽ നടന്ന രാഷ്ട്രീയ പരിപാടിയിലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലും പ്രിയങ്കയുടെ സാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയപ്പോൾ മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയിലാണ് പ്രിയങ്ക പങ്കെടുത്തത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ അംഗമല്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിൽ കാണുക എന്നത് ഒരു പൗര എന്ന നിലയിലുള്ള തന്റെ താല്പര്യമാണെന്നും പ്രിയങ്ക വ്യക്തമാക്കി. എന്നാൽ നടി BJP-യിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിലും മോദി ഭക്തയാണെന്ന തരത്തിലും സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നടന്നു. വിമർശനങ്ങൾ അതിരുവിട്ടതോടെയാണ് താരം നിലപാട് വ്യക്തമാക്കിയത്. ഇതൊരു സ്വകാര്യ ചടങ്ങോ വിവാഹമോ അല്ലെന്നും ഒരു പൊതുപരിപാടിയാണെന്നും താരം ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണം കാത്തിരിക്കേണ്ടതില്ലെന്ന് അവർ പറഞ്ഞു. താൻ BJP-യിൽ ചേരുന്നതായി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ പ്രധാനമന്ത്രിയോട് ആദരവുണ്ടെന്നും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവിടെ പോയതെന്നും പ്രിയങ്ക വ്യക്തമാക്കി. എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. എന്റേത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇതിനെ ഇത്ര വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നും താരം കൂട്ടിച്ചേർത്തു. താൻ മോദി ഭക്തയാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വ്യക്തിപരമായി ആരോടും ഭക്തി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവുമുണ്ട്. അത് പ്രകടിപ്പിക്കാൻ ഒരാളുടെയും അനുവാദവും വേണ്ട എന്നായിരുന്നു പ്രിയങ്ക തുറന്നടിച്ചത്. ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നും എറണാകുളത്ത് താമസിക്കുന്ന തനിക്ക് അദ്ദേഹം തൊട്ടടുത്ത് വരുമ്പോൾ കാണാതിരിക്കാൻ കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ലെന്നും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തന്റേത് മാത്രമാണെന്നും വ്യക്തമാക്കിയ താരം തന്നെ വിമർശിക്കുന്നവർക്ക് അത് തുടരാമെന്നും താൻ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു. നടിയുടെ സാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിലും ഏറെ ചർച്ചയായിരുന്നു. ഇടതു വലതു മുന്നണികൾ മോദി സന്ദർശനത്തെ രാഷ്ട്രീയമായി എതിർക്കുമ്പോൾ പ്രിയങ്കയെ പോലൊരു താരം അവിടെ എത്തിയത് BJP-ക്ക് വലിയ മൈലേജ് നൽകിയതായി ചിലർ വിലയിരുത്തിയിരുന്നു. നേരത്തെയും സമാനമായ രീതിയിൽ പല സിനിമാ താരങ്ങളും രാഷ്ട്രീയ വേദിയിൽ എത്തുമ്പോൾ സൈബർ ആക്രമണങ്ങൾ നേരിടാറുണ്ട്. എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആരെയും ഭയപ്പെടുന്നില്ലെന്നുമാണ് പ്രിയങ്കയുടെ പ്രതികരണം. പ്രിയങ്കയുടെ മറുപടിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. താൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഇത്തരം വേദികളിലെ സാന്നിധ്യം ഭാവിയിൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ ആവേശത്തിന്റെ സൂചനയാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും വിമർശകരുടെ വായടപ്പിക്കുന്ന മറുപടിയായാണ് പ്രിയങ്ക വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്.